ശിവസേന എംഎൽഎമാരുടെ അയോഗ്യതാ പരാതി തള്ളിയ സ്പീക്കറുടെ വിധി ജനാധിപത്യത്തിലെ സത്യത്തിന്റെ വിജയമാണെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. രാഷ്ട്രീയ പാർട്ടിയെ സ്വകാര്യ സ്വത്താക്കാൻ ആർക്കും കഴിയില്ല. ഷിൻഡെ വിഭാഗത്തിന്റെ അഭിഭാഷകനായാണ് സ്പീക്കർ പ്രവർത്തിച്ചത് എന്നാണ് ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റൌട്ടിന്റെ ആരോപണം. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെയും 16 എംഎൽഎമാരെയും അയോഗ്യരാക്കണമെന്ന ഉദ്ധവ് താക്കറെയുടെ ആവശ്യം തള്ളിയ സ്പീക്കർ രാഹുൽ നർവേക്കറിന്റെ വിധിയെ എൻഡിഎ സ്വാഗതം ചെയ്തു. വിധി ജനാധിപത്യത്തിലെ സത്യത്തിന്റെയും ശിവസേന പ്രവർത്തകരുടെയും മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെയും വിജയമാണെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. लोकशाही में बहुमत को, मेजोरिटी को महत्व है, मैं पहले से कह रहा था और इसलिए ये मेरिट के ऊपर दिया हुआ निर्णय है, इसलिए ये सच्चाई की जीत हुई है. കുടുംബരാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവർക്കുള്ള തിരിച്ചടിയാണ് വിധിയെന്നും മഹാഅഘാടി സഖ്യത്തെ ലക്ഷ്യം വെച്ച് ഷിൻഡെ വിമർശിച്ചു. അതേസമയം നീതി നടപ്പാക്കാൻ ട്രൈബ്യൂണലായി പ്രവർത്തിക്കാനാണ് സുപ്രീംകോടതി സ്പീക്കറോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സ്പീക്കർ ഷിൻഡെ വിഭാഗത്തിന്റെ അഭിഭാഷകനായാണ് പ്രവർത്തിച്ചതെന്ന് संजय राऊत कुठ्ठപ്പെടുത്തി. वकील हे अत्यंत गंभीर गोष्ट आहे. आपण जर संपूर्ण निकालपत्र पाहिलं असेल ते ज्या पद्धतीनं वाचत होते तर ते ॲडव्होकेट नार्वेकर प्लीडिंग फॉर मिस्टर शिंदे अँड हिज ग्रुप, शिंदे यांच्या फुटलेल्या गटासाठी वकिली करावी. സ്പീക്കറുടെ വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും ഉദ്ധവ് താക്കറെ പക്ഷം വ്യക്തമാക്കി. 24 ഡൽഹി.